ഇതാ ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മേജർ കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ഒരേന്ന് പറഞ്ഞിട്ടാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത്. ഷോറൂമിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടാണ്. പിന്നെ 2 മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ പേട് തീർന്നു പോകുന്നതാണ് കംപ്ലൈൻ്റാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് നോക്കിയപ്പോൾ തേടാ ഫ്രണ്ട് പ്ലേറ്റ് ഇതാ മൊത്തം തേഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2 മാസത്തിലൊരിക്കൽ പേഡ് മാറ്റണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാലിപ്പർ അസംബ്ലി ടൈറ്റ് ആയിരിക്കും. ഈ പോർഷൻ ഈ സാധനം ഇതിനകത്തുള്ള ഓറിങ് ടൈറ്റ് വന്നാൽ ചിലപ്പം നമ്മൾ പിസ്റ്റൺ ടൈറ്റായിട്ട് ഇതിന് കാലിപ്പർ പിസ്റ്റൺ ടൈറ്റായിട്ട് പാഡ് പെടാൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. പക്ഷേ ഇത് ആശാൻ കസ്റ്റമർ നല്ല വൃത്തി ഓടിച്ചു തോന്നുന്നുണ്ട്. പ്ലേറ്റ് നല്ല വൃത്തി കുഴിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ. എന്തായാലും ബാക്കി നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്. നോക്കി, ഇതാണ് ഇതിൻ്റെ കോലം. ഞാൻ പറഞ്ഞില്ലേ കാലിപ്പർ സ്റ്റക്കായിരിക്കും. ഒരു സൈഡ് മാത്രം പാഡ് തേഞ്ഞ് പോയിക്കുന്നുണ്ടോ. ഈ സൈഡിൽ ഇച്ചിരി പാഡുണ്ട്. എന്തായാലും ഈ പാഡ് പൊളിച്ചിട്ട് ഈ പിസ്റ്റൺ അഴിച്ചെടുത്ത് സെറ്റ് ചെയ്യണം. ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ടൈറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ സൈഡ് പ്ലേറ്റ് കുഴപ്പമില്ല, ഓപ്പോസിറ്റ് സൈഡാണ് തേഞ്ഞ് പോയത്. അതായത് ഈ പിസ്റ്റൺ, ഈ 2 പിസ്റ്റനാണ് സ്റ്റക്ക്. ഇതാ മെറ്റൽ പൊടി ഉണ്ടായിരുന്നു ഈ സൈഡിൽ, കാണാൻ പറ്റും തോന്നുന്നു എനിക്ക്. മെറ്റൽ പൊടി ഉണ്ട്. ഫസ്റ്റ് ഇന്ന് ക്ലീൻ ചെയ്തിട്ട് പിസ്റ്റൺ ഒന്ന് അഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സാധനത്തിന് ഇനി പൊളിക്കാം കേട്ടോ. ഡിസൈൻ പൊളിച്ച് നോക്കാനുണ്ട്. പൊളിച്ച് നമുക്ക് തണ്ട ഈ അല്ലെങ്കിൽ ഈ ഫ്ലവർ അല്ലെങ്കിൽ 2 ഇളക്കിയാലേ ബാക്കി ഊരെടുക്കാൻ പറ്റുള്ളൂ. അധികം ആൾക്കാർ ഇത് പൊളിക്കാറില്ല. ശരി മെനക്കേടാണ് ഇത് പൊളിച്ച് ചെയ്യാനായിട്ട്. അതിന് 2 പീസാക്കി. ഇതാണ് നമ്മളെ കാലിപ്പർ അസംബ്ലി. 4 പിസ്റ്റൺ. ഇതാണ് ഈ പിസ്റ്റൺ. ഈ പിസ്റ്റനകത്ത് ഓറിങ് വരും. ഓറിങ് ക്ലാബോ പറഞ്ഞ പിടിച്ച് ടൈറ്റ് ആവുക. അത് ഓറിങ് കംപ്ലൈൻ്റ് ആയാലും ഈ ഇഷ്യൂ കാണിക്കാം. നമുക്കിത് പൊളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള സംഭവം എന്ന് നോക്കാം. ഇതിൻ്റെ കോലം കണ്ടോ, അഴുക്ക് കണ്ടോ. ഓറിങ്ങും ഹാർഡായി കാണും മിക്കവാറും. അപ്പോൾ ഈ ഓറിങ് മാറ്റി ബാക്കി ഇത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി സെറ്റ് ചെയ്യാം.
ഇവിടുത്തെ അഴുക്കുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, അഴുക്കുണ്ട്. ഇനി ഓറെങ്കിലും അഴുക്കാണ്, അകത്തിങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഓറെങ്കിലും അഴുക്കാനും ചാൻസ് ഉണ്ട് ഈ സൈഡൊക്കെ. ഇതെല്ലാം ഇളക്കി നോക്കാം, ഇളക്കി നോക്കാം. ഇത് കണ്ടോ അഴുക്ക്, ഇവിടെ ഈ സൈഡിൽ അതിനകത്ത് മൊത്തം അഴുക്ക് ഇറങ്ങിയിരിക്കുക. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഈ സൈഡ് ഇവിടെ ഇതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാ കാലിപ്പർ മൊത്തം പൊളിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ നമുക്കിനി അസംബിൾ ചെയ്യാം എല്ലാം എടുത്ത്. ഇനി ഓറിങ്ങും പുതിയ ഓറിങ് ആഡ് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്യാം. ഇത് ഈ കാലിപ്പറിൽ മെയിനായിട്ട് അഴുക്ക് വരുന്നത് ഇത് ഫസ്റ്റത്തെ ഓറിങ്ങിലാണ്. ഉണ്ട്, ഇതിനിടയ്ക്കാണ് മെയിനായിട്ട് അഴുക്ക് വരുന്നത്, ഈ രണ്ട് സൈഡ്. പിന്നെ അതിനുശേഷമാണ് മറ്റേ താഴെ ക്ലാവ് പിടിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഒരു ക്ലാവ് വെള്ളം കയറിയിട്ട് വരുന്നതാണ് ഇതിൽ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റുമ്പോൾ കാലിപ്പർ പിസ്റ്റണിൽ ശരി WD-40 ഒക്കെ അടിച്ചാൽ അധികം ഇതുപോലുള്ള കംപ്ലയിൻസ് വരുന്നത് കുറവായിരിക്കും. സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ടേ, ബാക്കി ഇനി മുറുക്കണം. ഇനിയിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ബാക്കി കൂടി സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പേഡും പ്ലേറ്റും പിടിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കാണിച്ച ഈ റീസൺ കൊണ്ടാണ് വണ്ടിയുടെ ആ പേഡ് പ്ലേറ്റ് തേഞ്ഞു പോയത് പെട്ടെന്ന്. ഇത് ജസ്റ്റ് മാറ്റുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ അധികം വണ്ടിക്ക് അധികം കേടുവരില്ല. അത് പ്ലേറ്റ് അധികം തേയ്മാനം വരത്തില്ല, പേഡും തേയ്മാനം വരത്തില്ല. അതുപോലെ തന്നെ വണ്ടിക്ക് മൈലേജും ഇതേപോലെ ജാമാകുമ്പോൾ മൈലേജും കുറയാൻ ചാൻസ് ഉണ്ട്, ഒഴിച്ചിൽ വരാനും ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്താൽ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ വർക്ക്ഷോപ്പുകാർ ചിലപ്പോൾ പറയും, ചിലർ പറയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. ഞാൻ ആരെയും പറയുന്നവരല്ല, ചെയ്യുന്നവർ ചിലപ്പോൾ തിരക്ക് പോലെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. പറഞ്ഞാൽ അത്രയും ഇഷ്യൂസ് കുറഞ്ഞിരിക്കും വണ്ടി.